Watch full episodes on Jio Hotstar. ഗുഡ് മോർണിംഗ് സർ. നിങ്ങളെ പോലുള്ള VIP ആയിട്ടുള്ള ആൾക്ക് പഴങ്ങളുടെ രാജാവ് മാമ്പഴമോ? അത് കൊള്ളാലോ പപ്പി. നീ ഒരു സന്തോഷ വാർത്ത പറഞ്ഞിരിക്കുക. കൊള്ളാം. ഞാനിതാ ഇപ്പൊ വരും സർ. ഇതാ പിടിച്ചോളൂ. ഈ മാമ്പഴം ആസ്വദിച്ച് കഴിക്കൂ സർ. കൊള്ളാം, കാലക്കി, ഹെവൻ. ഈ ലോകത്ത് മാമ്പഴം പോലെ ഒരു സാധനം ഇല്ലായിരുന്നെങ്കിൽ ലോകം വളരെ സാധാരണമായി പോകും. സാറ് പറഞ്ഞത് ശരിയാണ് സർ. വേൾഡ്സ് നമ്പർ 1 മാംഗോ ടാങ്കോ നൗ ഇൻ ഗോൾഡൻ ഹിൽസ്. അത് കൊള്ളാം. ഞാൻ ആ മാംഗോ ടാങ്കോ സാറിന്റെ അടുത്ത് വന്ന് കൊടുത്താൽ ചിലപ്പോ എനിക്ക് നല്ല പേര് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സാർ, ഇത് മാത്രം കഴിക്കരുത് സാർ. ഇത് ഞാൻ കഴിച്ചോളൂ സാർ. നിനക്ക് അത്രയ്ക്ക് ധിക്കാരമോ? നീ എന്റെ സ്പെഷ്യൽ മാമ്പഴം എടുത്ത് കഴിച്ചു അല്ലേ? അല്ല സാർ, അതൊരു സാധാരണ മാമ്പഴമാണ്. അത് വിട്ടേച്ച് ഇതൊന്ന് നോക്കി. വേൾഡ്സ് നമ്പർ 1 മാംഗോ ടാങ്കോ ഇപ്പൊ ഗോൾഡൻ ഹിൽസിൽ വരുന്നുണ്ട് സാർ. എന്ത് നമ്പർ 1 മാമ്പഴമോ? ഒരു പക്ഷെ എനിക്കത് കിട്ടിയതിൽ കൊള്ളാമായിരുന്നു. ഇതാണ് വളരെ നല്ല സന്ദർഭം. ഞാനത് ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് പ്രിൻസിപ്പൽ സാറടുത്ത് വളരെ ക്ലോസ് ആവാൻ സാധിക്കും. ഡോണ്ട് വറി സർ, യുവർ വിച്ച് ഈസ് മൈ കമാൻഡ് സർ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം സർ. മാംഗോ ടാങ്കോ കഴിക്കാൻ റെഡി ആയിക്കോളൂ സർ. മാംഗോ ടാങ്കോ കൊണ്ടുവരും, പിന്നെ ഞാൻ ഹീറോ ആയി മാറും. മാംഗോ ടാങ്കോ കലക്കി. കൊള്ളാലോ. ലക്ഷ്മണ, ഈ മാംഗോ ടാങ്കോ എന്താ? അതെന്താ ഈ മാംഗോ ടാങ്കോ? ഗോപു, വേൾഡ്സ് നമ്പർ 1 മാംഗോ ടാങ്കോ ഇപ്പൊ അത് ഗോൾഡൻ ഹിൽസിലേക്ക് വന്നിരിക്കുന്ന. പിന്നെ പേപ്പർ പോയല്ലോ. പേപ്പർ അങ്ങ് വിട്ടേക്ക് ലക്ഷ്മൺ. നമുക്ക് ആവശ്യം മാംഗോ ടാങ്കോ. അത് പ്രിൻസിപ്പളുടെ കയ്യിൽ പോയി കൊടുത്താലേ പിന്നെ നമ്മൾ ഹീറോ അല്ല, സൂപ്പർ ഹീറോ ആയി മാറും. ഗോപു, അങ്ങനെ മാംഗോ ടാങ്ക് ഇപ്പൊ ഗോൾഡൻ ഹിൽസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കാൻ ഒരു ഗോൾഡൻ ആളെ ഉള്ളൂ. അയാൾക്ക് മാത്രമേ അത് കിട്ടൂ. അയാളാണ് വസൂലി ബായ്. വസൂലി ബായ്, സകല വെറൈറ്റി മാമ്പഴങ്ങളുടെ ഡീലർ, ഗോൾഡൻ ഹിറ്റ്സ് പഴങ്ങളുടെ ബാദ്ഷാ. ഞങ്ങളുടെ ചെറിയ ആഗ്രഹം ഒന്ന് സഫലമാക്കി തരണമേ. ഗോപാല, നീ എന്നെ ഒരുപാട് പുകഴ്ത്തിയാക്കി പൊക്കല്ലേ. ഞാൻ നിനക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? വസൂലു ബായ്, ഞങ്ങൾക്ക് താങ്കളുടെ ഫ്രൂട്ട് കിങ്ഡത്തിൽ നിന്ന് ഒരു A ഗ്രേഡ് മാംഗോ ടാങ്ക് തന്നെ വേണം. മാംഗോ ടാങ്കോയോ? നിങ്ങൾ എന്താ അത് വെച്ച് അച്ചാറിടാൻ പോവുകയാണോ? അച്ചാറോ? മാംഗോ ടാങ്കോ നിങ്ങൾക്ക് തന്നേക്കാം, പക്ഷെ എന്റെ കൈവശം ഒരൊറ്റ ഗ്രേഡേ ഉള്ളൂ. അതാകട്ടെ ഗോൾഡൻ ഹിൽസിന്റെ അവസാനത്തെ മാംഗോ ടാങ്കോയുടെ ഗ്രേഡ് ആണ്. അങ്ങനെ അവസാനത്തെ ഗ്രേഡ് ഞങ്ങളുടേതായി മാറും. ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നേക്കാം വസൂലി ബായ്. നിങ്ങൾ ഗോൾഡൻ ഹിൽസിലെ ജീവനാണ്. ഇനിയിപ്പോ പ്രിൻസിപ്പൽ സാറിന്റെ മാംഗോ ടാങ്കോ നമ്മളെ കൊണ്ടുപോയി കൊടുക്കും ലക്ഷ്മൺ. പിന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ കണ്ണിലെ ഉണ്ണികളായി മാറും. ഹീറോ അല്ലടാ, സൂപ്പർ ഹീറോ. നേരെ സൂപ്പർ സംഭവം തന്നെടാ. അധ്വാനം അവരുടെയാണ്, പക്ഷെ അതിന്റെ എല്ലാം ഫലം നമ്മൾ കൈയടക്കും. എന്ന് വെച്ചാൽ മാമ്പഴം നമ്മൾ എടുക്കുന്നടാ. മാങ്ങ തെളി അവന്മാർക്ക്. വേഗം വാ. ഹലോ ചേട്ടാ, ഫ്രൂട്ട്സ് വലുതുണ്ട്. അത് കൊള്ളാം. ഇല്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാ? ഇല്ലല്ലേ, ഇതെന്ത് കൊത്തബീനാറാണ് വാങ്ങുന്നോ? തനിക്കെന്താ ഭ്രാന്താണോ? 1 കിലോ മാംഗോ ടാങ്കോ തരുമോ? നിങ്ങൾ വരാനൊരു അല്പം വൈകിപ്പോയി. കുറച്ചു മുമ്പ് ഞാനത് വിറ്റ് തീർത്തു. മാംഗോ ടാങ്കോ തരൂ. സ്റ്റോക്കില്ല. മാംഗോ ടാങ്കോ സ്റ്റോക്ക് തീർന്നു പോയല്ലോ സാറേ. തീർന്നു. ചെന്ന് ചോദിക്കുക. കാലം കാലിയാക്ക്. ചേട്ടാ, ഇതെന്താ മാമ്പഴമാണോ അതോ കോഹിനൂർ ഡയമണ്ട് ആണോ? ഇവിടെ ചോദിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്താ ചെയ്യാ? ഫലങ്ങളുടെ ദേവാദിദേവ, ഗോൾഡൻ ഹിൽസിന്റെ കണ്ണിലുള്ളിയാണ് ചേട്ടൻ. പ്ലീസ് ഞങ്ങളോട് അല്പം കൃപ കാണിക്കൂ. നീ ഇങ്ങോട്ട് നോക്കും മാധവ. നീയും മാംഗോ ടാങ്കോ മേടിക്കാൻ വന്നിരിക്കുകയാണെങ്കിലേ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ഞാനത് ഗോപാലിനെ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുക, പ്രോമിസ് ചെയ്തിരിക്കുക. വസൂലി ഭായ്, പാലിൽ നല്ല തൈര് ഉണ്ടാക്കുന്നത്
ക്രിക്കറ്റിൽ സ്റ്റമ്പില്ലെങ്കിൽ മടൽ വെച്ചിട്ട് കളിക്കാം. അതുപോലെ മാധവൻ എന്ത് ചോദിച്ചാലും ശരി, ആരും ഒന്നും കൊടുക്കാറില്ല. വസൂൽ ഭായി, ഞങ്ങളുടെ ലക്കില് ഇത്തരം മാംഗോ ടാങ്കോ ഒന്നും ഇല്ലെന്നേ. ഞങ്ങൾ ഇനി ബനാന കഴിച്ച് വിശപ്പടക്കിക്കോളാം. ഒരാള് മാമ്പഴം വിറ്റിട്ട് പഴം മേടിക്കുക. അങ്ങനെയാകുമ്പോ ഇനി പഴം വിറ്റ് തീർക്കാം. നീ 1 മിനിറ്റ് നിൽക്കേ, ഞാൻ 2 കിലോ വാഴപ്പഴമായിട്ട് വന്നേക്കാം. വസൂൽ ഭായി, മാങ്ങ പഴമൊക്കെ നിങ്ങൾ തനിച്ചിരുന്ന് തന്നെ തിന്നോ. ലക്ഷ്മണ, നീ ആ മാംഗോ ടാങ്ക് എടുത്തോ. അടിപൊളി. ചേട്ടാ, ഇവന്മാര് അങ്ങോട്ടാ പോയത്? എന്നെ തനിച്ചാക്കിടങ്ങ് പോയോ? എന്തൊരു ധൃതിയായിരുന്നു. പക്ഷെ അത് വാങ്ങാതെ അങ്ങ് പോയല്ലോ. എടാ വസൂലി, ഈ വാഴപ്പഴം ഇവിടെ തന്നെ അങ്ങ് ഇരിക്കട്ടെ. ഞാൻ ഈ മാംഗോ ടാങ്ക് ഗോപാലിനെ കൊണ്ട് കൊടുത്തിട്ട് വന്നേക്കാം. ഇത്ര പെട്ടെന്ന് കൊളംബസ് അമേരിക്കയെ പോലും തേടി കണ്ടുപിടിച്ച് കാണില്ല. വാസ്കോ ഡ ഗാമ ഇന്ത്യയെ തേടി കണ്ടുപിടിച്ച് കാണില്ല. അത്രയ്ക്ക് ഞാൻ അമ്മാമ്പഴത്തെ തേടി അലഞ്ഞിട്ടുണ്ട്. മാംഗോ ടാങ്കോ, ഇനി ഞാൻ പ്രിൻസിപ്പൽ സാറെടുത്ത് എന്ത് ഉത്തരം പറയും? നമ്മളിന്ന് ശരിക്കും വസൂൽ ഭായിയെ പറ്റിച്ചു. കണ്ടില്ലേ, നോക്ക്, കണ്ടില്ലേ? എടാ മാധവ, ഇനി പ്രിൻസിപ്പൽ സാറിനെ നമ്മൾ കൊണ്ട് മാംഗോ ടാങ്കോ കൊടുക്കാം. നീ പറഞ്ഞ ശരിയാ ലക്കി. സാർ നമ്മളെ തീർച്ചയായിട്ടും ഹീറോ ആയിട്ട് കരുതും. ക്രേറ്റ് എടുത്തോണ്ട് പോകുന്നത് ആരാണെങ്കിലും ശരി, പ്രിൻസിപ്പൽ സാറിന്റെ കയ്യിൽ മാംഗോ ടാങ്ക് കൊടുക്കാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. എന്നാ പിടിച്ചോ ഗോപാല, ഇതാ എന്റെ പ്രോമിസ്. പ്രോമിസ്? വസൂലി ഭായ്, ഞാൻ ചോദിച്ചത് പ്രോമിസ് അല്ല, മാംഗോ ടാങ്കോ ആണ്. എടാ, നിനക്ക് കാര്യം മനസ്സിലായില്ലേ? പ്രോമിസ് എന്ന് പറഞ്ഞാൽ മാംഗോ ടാങ്കോ, മാംഗോ ടാങ്കോ. ഓ, ഓക്കേ. താങ്ക് യു വസൂൽ ഭായ്, താങ്കൾ പറഞ്ഞ വാക്ക് പാലിച്ചു. മാംഗോ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു. വസൂലി ഭായ്, നിങ്ങൾ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തോ ആവായിരുന്നു. ഞാനും അത് തന്നെ ഓർക്കുന്നത്. നിങ്ങളെ പോലുള്ള കുട്ടികളെല്ലാം ഒപ്പിക്കുന്ന ഗുലുമാലൊക്കെ ഞാനല്ലേ നടത്തി തരുന്ന. എടാ ഗോപാല, എടാ ലക്ഷ്മണ, പോട്ടെ. ഇവന്മാരൊക്കെ എന്റെ കൈ വരാതെ എവിടെ പോകാനാ? വേഗം ആവട്ടെ ലക്ഷ്മണ, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് വേഗം. വേൾഡ്സ് നമ്പർ 1 മാംഗോ ടാങ്കോ കാണാൻ എങ്ങനെയുണ്ടെന്ന് നമ്മളൊന്ന് അറിയണ്ടേ? ലക്ഷ്മണ, ഈ മാംഗോ ടാങ്കോ കാണാൻ പൈനാപ്പിൾ പോലെ ഇല്ലേ? അതുപോലെയല്ല ഗോപു, അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് വസൂൽ ഭായി വേറെ പാക്ക് എടുത്തോണ്ട് വന്ന് നമുക്ക് തെറ്റായ ഗ്രേഡ് തന്നിരിക്കുകയാണ്. എന്നാ പിന്നെ വേഗം വാ, നമുക്ക് ആ ലാസ്റ്റ് ഗ്രേഡ് വേഗം എടുത്തോണ്ട് പ്രിൻസിപ്പൽ സാറിന്റെ അടുത്ത് കൊടുത്തേക്കാം. നമ്മൾ ലേറ്റ് ആക്കാൻ പാടില്ല. പെട്ടെന്ന് നമുക്ക് ഹീറോ ആകണ്ടേ. ഒന്ന് വേഗം വാ ലക്ഷ്മണൻ. ഗോപു, ഇവന്മാരെങ്ങനെ ഇവിടെ വന്ന്? എടാ, നമ്മുടെ മാംഗോ ടാങ്കോ അവന്മാരുടെ കയ്യിലാടാ. പ്രിൻസിപ്പൽ സാറിന് മാംഗോ ടാങ്ക് കൊണ്ടേ കൊടുക്കും. നമ്മൾ സൂപ്പർ ഫേവറേറ്റ് ആയി മാറും. ഇന്ന് വസൂൽ ഭായി നമ്മളെ ശരിക്കും പറ്റിച്ചു. ഗോപു ആ കാര്യം പോലും അറിയില്ല. ഇപ്പൊ നമ്മൾ കൊണ്ടേ കൊടുക്കും പ്രിൻസിപ്പൽ സാറിന് ഈ കാണുന്ന മാംഗോ ടാങ്കോ. അതായത് ഗോപാല് ലസ്സിയാണെന്ന് കരുതി മോര് കുടിക്കാൻ പോവാണ്. ആ സമയത്ത് നമ്മൾ പ്രിൻസിപ്പൽ സാറിന്റെ കണ്ണിലുണ്ണികളായിട്ട് മാറും. ഗോപു, ഈ ഇൻസൾട്ട് ടൂ മച്ച് ആയി പോയി. ഡോണ്ട് വെറി ലക്ഷ്മൺ, ഇവന്മാർ എത്രയൊക്കെ ശ്രമിച്ചാലും മാംഗോ ടാങ്കോ നമ്മളാണ് കൊടുക്കാൻ പോകുന്നത്. യു ആൻഡ് മീ. ഇതും കൊണ്ട് നടന്നു കിടന്ന് ഞാൻ തളർന്ന അവശനായി. വരൂ വരൂ, കുടിക്കൂ എന്റെ മിൽക്ക് ഷേക്ക്. ശരീരത്തിന് ഒരു ഉന്മേഷം ലഭിക്കും, മനസ്സിന് ചില്ലെന്നൊരു കുളിർമ കിട്ടും. മാധവ, ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേക്ക് വേണം. പോകുന്നവർക്കെല്ലാം ദാഹം തീർക്കാൻ പറ്റിയ സ്ഥലമാണിത്. ഇതുപോലത്തെ വേനൽക്കാലത്ത് നമ്മൾ കുടിക്കേണ്ട സാധനമാണ് മിൽക്ക് ഷേക്ക്. എല്ലാവരും വന്ന് ഓരോ ഗ്ലാസ് മിൽക്ക് ഷേക്ക് കുടിക്കൂ, അതും ഫ്രീ ഫ്രീ ഫ്രീ. ഇതുവരെ മിൽക്കാണല്ലോ. മിൽക്ക് ഷേക്ക് അതെയോ? എന്നാ പിടിച്ചോ. ഇപ്പൊ മിൽക്ക് ശരിക്കും ഷേക്ക് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ കിട്ടിയില്ലേ മിൽക്ക് ഷേക്ക്? ഈ ചെക്കന്മാര് ഓരോരുത്തരെയും പറ്റിക്കാനായിട്ട് ഗുലുമാലൊപ്പിക്കുകയാണ്. പക്ഷെ ഇവന്മാര് കാരണം എന്റെ ജോലി സൂപ്പർ ഈസി. എടാ, ഈ ഷേക്ക് വളരെ ഫേക്ക് ആണ്. ലെറ്റ്സ് ഗോ ബോയ്സ്. ഷോ, നമ്മളുണ്ടല്ലോ നമ്മുടെ കയ്യിൽ വേൾഡ് നമ്പർ 1 മാംഗോ ടാങ്ക് വെച്ചോണ്ടിരുന്നിട്ട് അതൊരു പ്രാവശ്യമെങ്കിലും കണ്ടില്ലെങ്കിൽ മോശമായി പോകില്ലടാ. പറയടാ, കാണണ്ടേ? ഈ മാംഗോ ടാങ്കോ എങ്ങനെയാടാ പൈനാപ്പിളായി മാറിയത്? ഒന്ന് വേഗം വാ ലക്ഷ്മണ, ഇനി നമ്മൾ തന്നെയാണ് ഹീറോ. പക്ഷെ മാധവൻ ഇപ്പോ ബിഗ് സീറോയായി മാറിയിരിക്കുകയാണ്. അത്രയുള്ളൂ. എത്രയും പെട്ടെന്ന് ഈ ഭാരമുള്ള ഗ്രേറ്റ് പ്രിൻസിപ്പൽ സാറിന്റെ അടുത്ത് എത്തിക്കണം. അങ്ങോട്ട് നോക്കൂ, ഷോപ്പിംഗ് ട്രോളി. കൊള്ളാം ലക്ഷ്മണ, ഇപ്പൊ നമുക്ക് മാംഗോ ടാങ്കോ ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി കൊടുക്കാം. ഇനി മാധവന്റെ ഗ്യാങ് എന്ത് ചെയ്യുമെന്ന് അറിയണല്ലോ. കണ്ണീരൊഴുക്കി നടക്കും.
ഗോപൂപ്പന്റെ വലയിൽ കുടുങ്ങിപ്പോയി. അവനിപ്പോ അന്തപ്പെട്ട് വായും പൊടിച്ചിരിക്കേണ്ട കാഴ്ച കാണേണ്ടതാ. താങ്ക്സ് ഫോർ ദി എക്സ്പ്രസ് ഡെലിവറി. ഒരു ഗെയ്സ് ചീറ്റിംഗ്, ഇത് ഭയങ്കര ചീറ്റിംഗ് ആ ഗോപോ. ലക്കി ഒന്ന് വേഗം കയറടാ, നമുക്ക് ഷോർട്ട് കട്ടിൽ കൂടി നമുക്ക് വേഗം ചെന്നെത്താ. കയറി കയറി. ലക്ഷ്മണ, ഇനി നീയാ കയറേണ്ടത്. കയറി കയറി, വേഗം കയറി. കേറിക്കൊണ്ടിരിക്കും ബോയ്സ്. നമ്മൾ മാമ്പഴം കൊണ്ടുവന്ന് സ്പെഷ്യലായി മാറും. അതാരായാലും പുറത്തു വച്ചിട്ട് പൊയ്ക്കോളൂ. വാ നമുക്ക് പോവാം ഗോപോ. ഇവിടെ വെച്ചിട്ടുണ്ട് സാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട മാംഗോ ടാങ്കോ. പ്രിൻസിപ്പൽ സാർ തന്റെ ക്വാർട്ടേഴ്സിൽ നല്ലോണം റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. കൊള്ളക്കാലയ്ക്ക് സാറിന് ഈ മാമ്പഴം കൊണ്ടുപോയി കൊടുത്താൽ ഞാനാണ് ഹീറോ. മാംഗോ ടാങ്കോ സാറിന് കൊണ്ടുപോയി കൊടുക്കും, എന്നിട്ട് ഹീറോയായി മാറും. ആ മാംഗോ ടാങ്കോ ഞങ്ങളുടേതാണ്. നിങ്ങളുടേതായിരുന്നു, പക്ഷെ മാംഗോ ടാങ്കോ ഇപ്പൊ എന്റേതാണ്. സാറിന് ഇത് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. എന്താണ് ലക്കി, എന്തിനാ ഞങ്ങളെ തടഞ്ഞു നിർത്തിയത്? സാർ ഇതാ പിടിച്ചോളൂ നിങ്ങളുടെ മാംഗോ ടാങ്കോ. സാർ ഇത് കണ്ടില്ലേ, മാംഗോ ടാങ്കോ. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ പേര് മാംഗോ ടാങ്കോ. പ്രിൻസിപ്പൽ സാറിന്റെ വായും പിന്നെ മൂടും അത് നശിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. മാംഗോ ടാങ്കോ. നിങ്ങൾ ഈ മാംഗോ കഴിച്ചിട്ട് മാംഗോ സാൽസ എല്ലാം മിക്സ് ചെയ്ത് കളിച്ചതാണ് സർ. എന്താടാ ഇത്, വായ മൊത്തം പുളിച്ചു പോയിരിക്കുക. ഇത്രയ്ക്ക് കയ്പ് ഒരു ലെമണിന് പോലും ഉണ്ടാവില്ല. കയ്പും പുളിപ്പുമോ? അതെ സാർ, കയ്പ്. നിങ്ങൾ എന്തിനാണ് സാർ ഈ മാംഗോ ടാങ്കോ കഴിക്കുന്നത്? അതെ സാർ, ദേ ഇത് കണ്ടായിരുന്നോ? ലോകത്തിൽ വെച്ചുള്ള ഏറ്റവും പുളിപ്പുള്ള മാങ്ങയാണ് മാംഗോ ടാങ്കോ. ഇത് അച്ചാറുണ്ടാക്കാൻ മാത്രമാണ് സാർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ അൽഫാൻസോ മാംഗോ കഴിക്കും സാറേ, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നതാണ്. നിങ്ങളെ പോലെ സൂപ്പർ സ്വീറ്റ് ആയിട്ടുള്ളതാണ്. ഇത് കഴിച്ചിട്ട് കയ്പും പുളിപ്പും മാറ്റിയെടുക്കും സാർ. താങ്ക് യു കുട്ടികളെ. സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ പോലെ ഇരിക്കണം, അല്ലെങ്കിൽ വെറും വേസ്റ്റാ. പപ്പി, നീ എന്നെ ഓഫീസിൽ വന്നൊന്ന് കാണ്. ഇപ്പൊ തന്നെ വരണം. സാർ എന്നോട് ക്ഷമിക്കണം സാർ. കണ്ടോടാ, ഞങ്ങൾ കാരണമാണ് പപ്പി ഇപ്പൊ ശരിക്കും കുടുങ്ങിപ്പോയത്. നീ കാരണം വന്നോ? എടാ, പ്ലാൻ പറഞ്ഞത് നമ്മുടെ ലക്കിയാണ്. ആ ഗ്രേഡ് കൊണ്ടുവന്ന് പപ്പയുടെ അടുത്ത് എത്തിച്ചത് ഞങ്ങളല്ലേ? അതെ അതെ, പപ്പിയെ പോലെ നിങ്ങളിപ്പം മണ്ടനായില്ലേ? Watch India's largest kids library only on Jio Hotstar. Download the app now.